ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കണ്ടിട്ട് 2-3 ദിവസമായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയെ കുറിച്ച് പറയാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് നമ്മുടെ പരിപ്പ് തോരൻ. നമ്മൾ സാധാരണ പയറും പരിപ്പൊക്കെ തോരൻ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ്. ഇത് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും അതുപോലെ ബാച്ചിലേഴ്സിന് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. പിന്നെ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും എപ്പോഴും തല പോയിക്കാറുണ്ട് രാവിലെ തന്നെ, ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ വേറെ പച്ചക്കറികളൊന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. നമുക്ക് പുട്ടിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ ഈസി ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കുന്നതൊക്കെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് വ്യത്യാസം വരുത്താം. കൂടുതൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഇന്ന് രാത്രി ഇപ്പോൾ കഞ്ഞിയാണെന്നുണ്ടെങ്കിലും ചോറാണെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കാം. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ ടേസ്റ്റ് കഞ്ഞിയും ചോറും പുട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പരിപ്പ് തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പരിപ്പ് തോരൻ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് തോരൻ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പരിപ്പാണിത്. അപ്പോൾ തുവരപ്പരിപ്പ് പല ടൈപ്പാണ് നമുക്ക് കിട്ടുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കാവുന്നതുണ്ട്, കുക്കാവാൻ സമയം എടുക്കുന്നതുണ്ട്. അപ്പോൾ വേഗം കുക്കാവുന്നതാണെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കേണ്ട, നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യാം. കൂടുതൽ സമയം കുക്കാവുന്ന പരിപ്പാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പരിപ്പൊന്ന് വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിപ്പോൾ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, അപ്പോൾ അത് കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപ്പ് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. അപ്പോൾ അത് പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വെള്ളത്തിന് അളവ് വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പരിപ്പിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. പിന്നെ പരിപ്പ് കുക്കായി കഴിയുമ്പോൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചെറിയ കുക്കറായതുകൊണ്ട് പരിപ്പ് തിളച്ച് മുകളിലേക്ക് തൂവി പോവാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. അതുപോലെ തന്നെ പരിപ്പ് നന്നായിട്ട് വേവുകയും ചെയ്യും കേട്ടോ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇത് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. എനിക്ക് തുവരപ്പരിപ്പ് 1 വിസിൽ വരുമ്പോൾ തന്നെ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുന്ന പരിപ്പനുസരിച്ച് വ്യത്യാസം വരും. ഇതെൻ്റെ ഒരു വളരെ പഴയ കുക്കറാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. ആരും ഒന്നും വിചാരിക്കരുത്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് ചതച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് 1 വിസിൽ വന്നു, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി നമുക്കത് തോരനാക്കി എടുക്കാം. അപ്പോൾ പരിപ്പ് കുക്കാവുന്ന സമയത്ത് ഞാൻ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ പരിപ്പ് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് 1 വിസിൽ വരുന്നത് വരെയും കൂടി കുക്ക് ചെയ്യാം കേട്ടോ. സാധാരണ തുവരപ്പരിപ്പാണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ കുക്കാവാതെ വരുന്നുണ്ടെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി തിളച്ച വെള്ളം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർക്കാം. ഈ ഉള്ളിയിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പായതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്തത്. ഒരു 10 ഉള്ളി 2 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചതച്ച മുളക് ചേർക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ചതച്ച മുളകും ഒരു 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കളറിന് വേണ്ടിയാണ്. നമ്മൾ എരിവിനായിട്ട് മുളക് ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ചതച്ച മുളക് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഈ സാധാരണ നമ്മുടെ ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഈ വറ്റൽമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇതിലേക്ക് ഇനി നമുക്ക് മുളക് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. അത് എരിവനുസരിച്ച് ചേർക്കാം. കുറച്ചധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ചേർക്കാം. അപ്പോൾ ഈ മുളകൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. 2 പിഞ്ച്. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചിരവിയത് ചേർക്കാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. 1 കപ്പ് പരിപ്പിലേക്കായിട്ട്, നമ്മുടെ മെഷറിംഗ് കപ്പ് 240 ml കപ്പിൽ 1 കപ്പിലേക്കായിട്ട്. തേങ്ങയും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി പരിപ്പ് ആഡ് ചെയ്യാം. പരിപ്പിൻ്റെ ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പരിപ്പിന് ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നമ്മളിനി തേങ്ങയ്ക്കും ഉള്ളിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് മതി കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയും കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പരിപ്പ് കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേവിക്കുക കേട്ടോ. ഇതിപ്പോൾ അധികം കുഴഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഉണ്ടാവുക, ചെറുതായിട്ടൊന്നും കുഴഞ്ഞു വരുള്ളൂ. പക്ഷെ ചൂട് മാറി വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. പിന്നെ തേങ്ങ കൂടുതൽ ആവശ്യമാണെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസം വരുത്താം. ചെറിയ ആളുകൾക്ക് തേങ്ങയോട് അധികം താല്പര്യം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്താം. ഒന്ന് ചൂടായി വരട്ടെ. പരിപ്പും തേങ്ങയും എല്ലാം ചേർന്ന് ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് തോരൻ റെഡി ആയിക്കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും പുട്ടിൻ്റെയും ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പി. ബാച്ചിലേഴ്സിനാണെങ്കിലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആദ്യമേ തന്നെ എന്തുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ചെയ്യാതിരുന്നതെന്നും പറയാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലാവില്ല. വെറുതെ ഇരുന്നിട്ട് കുറേ സംസാരിച്ച് ബോറടിപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാനൊരു മറുപടിയും തരണം. ഡെയിലി വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്നും ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇല്ല 2-3 ദിവസമായിട്ട്. അപ്പോൾ കുറേ വാട്സാപ്പൊക്കെ വന്നിരുന്നു, കുറേ ടിപ്സും വന്നിരുന്നു. ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തപ്പോൾ അങ്ങനെ കുറേ പേര് അന്വേഷിച്ചു. അതിൽ വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് തലവേദനയായിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. കുറച്ച് പേർക്കൊക്കെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിരുന്നു വാട്സാപ്പിൽ. അപ്പോൾ പലരും വിചാരിച്ചിരുന്നത് സാധാരണ നമുക്ക് വരുന്ന തലവേദനയൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. വെള്ളയ്ക്ക അരച്ച് തേക്കൂ, അതുപോലെ വെള്ളയ്ക്ക ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് കിണറ്റിലിടൂ, കടുക് അരച്ച് തേക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാട്സാപ്പൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സാധാരണ വരുന്ന തലവേദനകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിലും ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നീരൊക്കെ വന്നിട്ട്
ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. മൊത്തം നീരൊക്കെ വന്ന് ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന തലവേദനയാണ്, അല്ലാതെ നമുക്ക് സാധാരണ വരുന്ന ആ ഒരു തലവേദന അല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാനൊരു പോസ്റ്റ് പോലും ഇട്ടില്ല. സാധാരണ വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട്, നാളെ വീഡിയോ ഉണ്ടാവില്ല ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ കാരണം എന്താണെന്നുള്ളത് അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞിട്ട്. ഇതങ്ങനെ പോസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് മൊബൈലൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പോസ്റ്റ് ഒന്നും ഇടാതെ നിങ്ങളോട് ആരോടും പറയാതിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണാതിരുന്നപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു. അത് വളരെയധികം സന്തോഷം തോന്നി. പിന്നെ ഇത്രയും ദിവസം ഒരു 2-3 ദിവസം ഇങ്ങനെ ഒന്നുമില്ലാതെ കഴിച്ചു കൂട്ടി, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഡോക്ടറെ കാണണം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. 2-3 ദിവസം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ചെയ്യാമല്ലോ, കുറഞ്ഞിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നാളെ വേറെ റെസിപ്പി ആയിട്ട് കാണാം.